പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന 196 രാജ്യങ്ങളിൽ 146 രാജ്യങ്ങളിലും പരസ്യമായി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. 146ഓളം രാജ്യങ്ങളിൽ ക്രിസ്മസ് പൊതു അവധി ദിവസമാണ്. ഏകദേശം 170ഓളം അടുത്ത രാജ്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഡിസംബർ മാസം മുഴുവൻ ഈ ആഘോഷം, ഈ ക്രിസ്മസ് സാമഗ്രികളുടെ വിൽപ്പനകളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ലോകാവസാനത്തോളം ഇതിനേക്കാൾ വലിയൊരു ആഘോഷം ഭൂമുഖത്തുണ്ടാകില്ല. നമ്മൾ ഇന്ന് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസിനോട് ചേർന്നിട്ടുള്ള ചില ചിന്തകളും അതിനോട് ചേർന്നിട്ടുള്ള ചില കഥകളും അതിൻ്റെ അമൂല്യമായ സന്ദേശങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. ഇതൊരുപക്ഷെ നമ്മുടെ പല അച്ഛന്മാർക്കും അത് പ്രസംഗത്തിന് ഉപകരിക്കാം, മറ്റുള്ളവർക്കൊരു ധ്യാന ചിന്തയ്ക്ക് അത് ഉപകരിക്കാം. നൽകുന്ന ചില സന്ദേശങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സാന്താക്ലോസ് ആണ്. ഈ സാന്താക്ലോസിൻ്റെ കഥ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അത് രണ്ടും കൂടെ ചേർന്നതാണ്. ഒരു ഐതിഹ്യവും അതോടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ചരിത്രവും ചേർന്നിട്ടുള്ളതാണ് സാന്താക്ലോസ് എന്ന് പറയുന്ന പ്രതീകം. റെയിൻ ഡിയറുകളിൽ, മഞ്ഞുമാനുകളിൽ വരുന്ന സാന്താക്ലോസ് അത് ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു മിത്തോളജിയോട് ചേർന്ന് കിടക്കുന്നു. പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ട് പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണത്. അപ്പോൾ സാന്താക്ലോസ് ഒറിജിനലി ഒരു ചരിത്ര പുരുഷനാണ്. സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. അത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന AD 270 ആധുനിക ടർക്കിയുടെ ഭാഗമായ മിറായിലെ ബിഷപ്പായിരുന്നു സെന്റ് നിക്കോളാസ്. 320 കാലഘട്ടത്തിൽ, അതായത് 343 ഡിസംബർ 6 അദ്ദേഹം മരിക്കുന്നു. ഏകദേശം 73 വർഷക്കാലം ജീവിച്ചിരുന്ന മനുഷ്യപ്പറ്റുള്ള നന്മയുള്ള ഒരു മെത്രാനായിരുന്നു ഈ സെന്റ് നിക്കോളാസ്. അതിനോട് അനുബന്ധിച്ചാണ് ഈ സാന്താക്ലോസിൻ്റെ ഈ ചരിത്രം, ഈ ആഘോഷം വിപുലീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അദ്ദേഹം ബിഷപ്പായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണസീമയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. പക്ഷേ 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഈ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ മാത്രമുള്ള ധനശേഷി അദ്ദേഹത്തിനില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അതീവ ദുഃഖിതനാവുകയാണ്. പരസ്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ അപകർഷതാബോധം. അതുകൊണ്ട് ഇങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നു. അവസാന അവിവേകത്തിലേക്ക് പോകുന്ന ഒരു നിമിഷത്തിൽ ഈ മെത്രാൻ ഈ കാര്യം അറിയാണ്. അപ്പോൾ പരസ്യമായിട്ട് അവർക്കൊരു സഹായം കൊടുത്ത് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണ്ട എന്ന് കരുതി ഈ മെത്രാൻ രാത്രിയിൽ ആരും അറിയാതെ വന്നിട്ട് അവരുടെ ജനലിൻ്റെ പാളികളിലൂടെ ഒരു സ്വർണ്ണ നാണയ കിഴി ഇട്ടിട്ട് പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചരിത്രം അതിങ്ങനെ ഈ 3 പെൺമക്കളുടെയും വിവാഹത്തിന്റെ അവസരത്തിൽ സംഭവിക്കുകയാണ്. അതിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കിടക്കയുടെ, അവരുടെ തലയണയുടെ അടിയിൽ ഇതാ സാന്താക്ലോസ് സമ്മാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്രിസ്മസിനോട് ചെയ്യാന്നുള്ള ഗിഫ്റ്റും എല്ലാം വരുന്നത്. അപ്പോൾ ഈ മനോഹരമായ എന്തോ ഒരു വലിയ സന്ദേശമാണ് അതിനകത്ത്. നിസ്സഹായരുടെയും നിലാരംബരുടെയും പക്ഷം ചേർന്ന് നിൽക്കുന്ന ഈശോയെ, ദൈവപുത്രനായ ഈശോയെ, അതാണല്ലോ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അതിനെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു സത്യം അത് ചേർന്നിട്ടാണ് സാന്താക്ലോസ്, ക്രിസ്മസ് അപ്പാപ്പൻ, അപ്പൂപ്പൻ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ഈ ക്രിസ്മസ് അപ്പാപ്പൻ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഉള്ള 1895 തോന്നുന്നു അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥയാണ്. മനോഹരമായിട്ടുള്ള ആർത്തബാൻ എന്ന് പറയുന്ന, ഇത് 4ാമത്തെ ജ്ഞാനി എന്ന് പറയുന്ന ഒരു കഥ. ആ കഥ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഈശോയെ അന്വേഷിച്ചു വന്ന, പുൽക്കൂട്ടിലേക്ക് അന്വേഷിച്ചു വരുന്ന 3 ജ്ഞാനികൾ. ആ ജ്ഞാനികളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പേർഷ്യയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആർത്തബാൻ. അദ്ദേഹം വരുന്ന സമയത്ത് ഈ ഒരുമിച്ച് ചേർന്ന ഒരു കാരവനിൽ പോകാനാണ് അവർ പ്ലാൻ ചെയ്തു വരുന്നത്. ഈ നക്ഷത്രം കണ്ടിട്ട് ഭൂമുഖത്തിലെ വലിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന സന്ദേശം ഈ ജ്ഞാനിക്ക് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത്
അദ്ദേഹം ഉള്ളതെല്ലാം വിറ്റിട്ട് 3 രത്നങ്ങൾ ആയിട്ടാണ് വരുന്നത്. ഈ രത്നങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. ഒന്ന് മരതക നീലം, രണ്ടാമത്തത് പിന്നെ ചുവപ്പ് രത്നമാണ്, മൂന്നാമത്തത് വെളുത്ത രത്നം. അങ്ങനെ നീല, ചുവപ്പ്, വെള്ള രത്ന കല്ലുകളോടുകൂടി അമൂല്യമായിട്ടുള്ള ഈ രത്നങ്ങളോടുകൂടി അദ്ദേഹം വരുമ്പോൾ ഒരു സംഭവം നടക്കുകയാണ്. വഴിയരികിൽ ഇവർ പോകാനുള്ള കാരവനിലേക്ക് ഈ 3 ജ്ഞാനികൾ ഇദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് സംഭവം നടക്കുന്നു. വഴിയരിയിൽ ഒരാൾ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം നോക്കുമ്പോൾ ആരുമില്ല രക്ഷിക്കാൻ. ഇദ്ദേഹത്തിൻ്റെ വണ്ടി പോകും ഇവിടെ ശ്രദ്ധിച്ചാൽ, പക്ഷേ അദ്ദേഹത്തിന് ഈ മനുഷ്യനെ വിട്ടു പോകാനും പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിച്ചിട്ട് അതിനുവേണ്ടി ഒരു രത്നക്കല്ല് അദ്ദേഹത്തിന് ചെലവാക്കേണ്ടി വരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം താമസിച്ചു പോയി. വന്നു കഴിഞ്ഞപ്പോൾ ആ 3 ജ്ഞാനികൾ പോയി കഴിഞ്ഞു. അവസാനം അദ്ദേഹം വീണ്ടും ഒരു ഒട്ടകത്തെ ഏർപ്പാടാക്കി അദ്ദേഹം ബെത്ലഹേമിൽ വരികയാണ്. ബെത്ലഹേമിൽ വരുമ്പോൾ രണ്ടാമത് നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അവിടെ നിന്ന് ഈ ജ്ഞാനികളെ കാഴ്ചകളെല്ലാം സമർപ്പിച്ചു പോയി. ആ സമയത്ത് ഈജിപ്തിലേക്ക് യൗസേപ്പ് പിതാവും മാതാവും എല്ലാം കൂടെ പലായനം ചെയ്തു. അവിടെ അപ്പോൾ ഭീകരമായ സംഭവം, ഹെറോദേസ് കുഞ്ഞുങ്ങളെ വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു പടയാളി ഒരു കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അദ്ദേഹം അതീവ ദുഃഖിതനായി ആ പടയാളിക്ക് കൈക്കൂലി കൊടുത്ത് ഈ ചുവന്ന രത്നം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ മോചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ അമൂല്യമായ രാജാധിരാജന് സമർപ്പിക്കാനുള്ള ആ കല്ലും നഷ്ടപ്പെട്ടു പോയി. അതും അദ്ദേഹം വളരെ വേദനയോടുകൂടി പോകുന്നു. അദ്ദേഹം പിന്നീട് ഇവിടെയെല്ലാം അലഞ്ഞ് തിരിയുന്നെങ്കിലും ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു. യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണീശോ ഒക്കെ അദ്ദേഹം കണ്ടെത്താനാകുന്നില്ല. 33 വർഷക്കാലം അദ്ദേഹം അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഇതിലെല്ലാം നടക്കുകയാണ്. അവസാനം അദ്ദേഹം ജെറുസലേമിൽ എത്തുകയാണ്. ജെറുസലേമിൽ എത്തുന്ന സമയത്ത് അതാ ഒരു വലിയ ഒരാളെ വധിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രകടനം നടക്കുകയാണ്. അതിനകത്ത് യൂതന്മാരുടെ രാജാവ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം നോക്കി, അദ്ദേഹം ഒരുപക്ഷെ മിശിഹ ആയിരിക്കുമോ എന്ന് അദ്ദേഹം, എങ്കിൽ ഈ അവസാനത്തെ ഈ വെളുത്ത രത്നം കൊടുത്ത് മോചിപ്പിക്കാം എന്ന് കരുതുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വേറൊരു കാഴ്ച നടക്കുകയാണ്. ഒരു സ്ത്രീയെ കടം വീട്ടാനായിട്ട് പണമില്ലാതിരുന്നതിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയാണ് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ ആ സ്ത്രീ ഈ ആർത്തമാനെ കാണുന്നു. അദ്ദേഹം ആ സമയത്ത് വയസ്സനായി പോയിരിക്കുന്നു, അവശനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യൗവനമെല്ലാം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദീനമായി കേഴുകയാണ്. നിവൃത്തിയില്ലാതെ ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഇതും കൊടുക്കുകയാണ്. ഈ വെളുത്ത കല്ല് കൊടുക്കുന്ന സമയത്ത് നോക്കുക, ലോക സാഹിത്യത്തിലെ അത്യുദാത്തമായ നിമിഷങ്ങളിലൊന്ന് ആ കൊടുക്കുന്ന സമയത്ത് ഭൂമി ഇളകുകയാണ്. നോക്കുക, അതുല്യമായിട്ടുള്ള സാക്രിഫൈസ്, സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അവസരത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലപ്പുറത്തേക്ക് അതാണല്ലോ ഈശോയുടെ കുരിശുമരണം എന്ന് പറയുന്നത്. അമൂല്യമായ ആ നിമിഷത്തിൽ ഭൂമി ഇളകുകയാണ്, ഭൂമി ഇളകുന്നു. അതാ ഒരു കഥാകൃത്തത്തിൻ്റെ മനസ്സിൻ്റെ ആ ചേതവികാരം എല്ലാം കൂടെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കല്ലും വിൽക്കുന്ന സമയത്ത് ഭൂമി ഇളകുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മേൽക്കൂരയുടെ ഒരു കഷ്ണം അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീഴുകയും അദ്ദേഹം മൃതപ്രായനാകുകയും ചെയ്യും. അദ്ദേഹം അവിടെ നിന്ന് വിലപിച്ച് പറയുന്നത്, രാജാധിരാജനെ, നിന്നെ കാണാൻ, നിന്നെ സമർപ്പിക്കാൻ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നു, എനിക്കൊന്നും തരാനാകാതെ ഞാൻ പോകുന്നു. അപ്പോൾ അശരീരി മുഴങ്ങുന്നു. അതിമനോഹരമായ സന്ദേശം. ഈ ചെറിയവരിൽ ഒരുവന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെയ്തപ്പോഴൊക്കെ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. മനോഹരമായിട്ടുള്ള കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസിൻ്റെ മുഴുവൻ സന്ദേശവും ഈ കഥ സംഭവിക്കുകയാണ്. എന്തിനാണോ മിശിഹാ തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചത്, ആ ദൗത്യം, ആ സന്ദേശം പൂർണ്ണമായ ജീവിതത്തിൽ പകർത്തിയ നാലാമത്തെ ജ്ഞാനി അത്യുദാത്തമായ കഥയായി ലോകം മുഴുവൻ ഏറ്റുവാങ്ങിയതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സന്ദേശം അതാണ്. ക്രിസ്തു ഈശോ മിശിഹ ചരിത്ര പുരുഷനാണ് എന്നുള്ളത് അതിലാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം ഇരിക്കുന്നത്. അന്ന് വരെയുള്ള എല്ലാ സങ്കല്പങ്ങളും തിരുത്തി എഴുതപ്പെടുകയാണ്. ദൈവത്തെക്കുറിച്ച് ഒരുപാട് തരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മിത്തോളജീസ് ഒക്കെ ലോകത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതാ ചരിത്രത്തിൽ ദൈവം ഇടപെടൽ നടത്തി ചരിത്ര പുരുഷനായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രം
രണ്ടായി വിഭജിക്കപ്പെടുന്നത്. അതിനു മുമ്പുള്ള ദൈവസങ്കല്പങ്ങളിലൊക്കെ ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം സംഹാരകനാണ്. അവതാരമെടുക്കുന്നത് തന്നെ തിന്മയെ ഇല്ലാതാക്കി സംഹരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതാ നോക്കൂ, ദൈവം രക്ഷകനായിട്ട് വരുന്നു. അതുകൂടാതെ മേലാളന്മാർക്ക് സഹായം ചെയ്യുമ്പോഴൊക്കെ അത് നിങ്ങൾ മോക്ഷപ്രാപ്തി കിട്ടുമെന്നാണ്. ഇന്ത്യൻ രീതിയൊക്കെ അനുസരിച്ച് ബ്രാഹ്മണനെ സഹായിച്ചാൽ മോക്ഷം കിട്ടുമെന്ന്. അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റാണ്. ദരിദ്രനെ സഹായിക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമോ? ഈ ദരിദ്രരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ലോകത്തിൻ്റെ, അങ്ങനെയാണ് ലോകം നവോത്ഥാനത്തിലേക്ക് വരുന്നത്, അങ്ങനെയാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ തിരുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ആ കാലം വരെ കുടിലുകളിൽ കഴിഞ്ഞിരുന്നവർ കുടിലുകളിൽ കുശവനായി തന്നെ കാലങ്ങളോളം അങ്ങനെ തന്നെ ജീവിച്ചു മരിച്ചു. അവിടെ നിന്ന് ഒരു ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ല, ഒരു എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ആരും IAS വന്നിരുന്നില്ല, അല്ലെങ്കിൽ ആ ഉയർന്ന തലങ്ങളിലേക്ക് ഒന്നും വന്നില്ല. ഇത് തകിടം മറിക്കപ്പെടുകയാണ്, ലോകത്തിൻ്റെ സംവിധാനങ്ങൾ തകിടം മറിയും. അതുകൊണ്ടാണ് ഡോസ്റ്റോവസ്കി പറയുന്നത് ലോകാവസാനത്തോളം ഇത് തിരുത്തപ്പെടാനാവില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് മാത്രമേ ഭൗതിക ലോകത്തിന് പോലും മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സർവ്വ മനുഷ്യ വിചാരങ്ങളുടെയും സർവ്വതരത്തിലുള്ള മാനവിക സങ്കല്പങ്ങളുടെയും അടിസ്ഥാനം ഈ ഈശോ മിശിഹായുടെ ജനനമായി മാറുന്നതിന് കാരണം അതാണ്. അതുകൊണ്ട് ഡോസ്റ്റോവസ്കി പറയുന്നു, ക്രിസ്തുവിനെ നിരാകരിക്കുന്നവർക്ക് പോലും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ അല്ലാതെ ഒരു മാനവിക സങ്കല്പത്തെ മെനഞ്ഞെടുക്കാൻ പറ്റില്ല. അതിനെ കാരണം ഇത്രയേ ഉള്ളൂ, ലോകാവസാനത്തോളം ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നിട്ട് മഹാനായ നോവലിസ്റ്റ്, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ നോവലിസ്റ്റ് ഡോസ്റ്റോവസ്കി പറയുന്നതിൻ്റെ കാര്യം അതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയുടെ ജനനം അതുകൊണ്ട് ലോകത്തിന് ആഘോഷിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മനോഹരമായ ആഘോഷമാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഇതിനെതിരെ വർഗീയ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നു. നമ്മൾ ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് പിന്നെ ഒരു പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്നു, അവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് കളിയാക്കി സംസാരിക്കും. നമ്മൾ ഓർക്കുക, നമ്മൾ അങ്ങനെ ഒക്കെ ഈ യുക്തിവാദത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ വിശ്വാസം നിർവചിക്കാൻ പോയാൽ ഓർക്കുക, ലോകത്ത് ഏറ്റവും ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ അതൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമോശമായിട്ടുള്ള പ്രവർത്തനം. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സനാതന ധർമ്മമാണ് ഇന്ത്യയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നു. എന്തോ ഒരു തരത്തിൽ എത്രയോ ഇവിടെയുള്ള ഹിന്ദു ജനങ്ങളൊക്കെ എത്രമാത്രം ആദരവോടെയാണ് സ്വാമി വിവേകാനന്ദനൊക്കെ ഈശോയുടെ, അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറയുന്നില്ലേ, എൻ്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ എൻ്റെ ഹൃദയരക്തം കൊണ്ട് അവൻ്റെ പാദം കഴുകുന്നു. അങ്ങനെ എല്ലാവരും, രാജാ റാം മോഹൻ റായ് ഉൾപ്പെടെ, നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ എത്രയെല്ലാം ആളുകൾ, ഈ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ എല്ലാ ക്രൈസ്തവ ദർശനങ്ങൾ സംശീകരിച്ചിരുന്നു എന്ന്. അതിലൂടെയാണ് വലിയ രീതിയിലുള്ള നവോത്ഥാനങ്ങളെല്ലാം വന്നത്. നമുക്കറിയാം, സനാതന ധർമ്മം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് ഓർക്കണം, ഒരു ക്രിസ്മസ് നാളിലാണ്, 1921 ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ഈ മുംബൈയിൽ വെച്ച് ഈ സനാതന ധർമ്മം പരസ്യമായി കത്തിച്ചത് എന്നുപോലും നമ്മൾ ഓർക്കണം. നമ്മൾ അങ്ങനെ പറയുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ എന്തൊരു വലിയ വിരോധാഭാസമാണെന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും മഹത്തായ ഈ ജനത്തെ ആദരപൂർവ്വം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ സന്ദേശം കൊണ്ട് നമ്മളെ തന്നെ പരിവർത്തനം ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ ഭരണഘടനയുടെ 95% നിർമ്മിക്കപ്പെട്ടത് നമ്മൾ ഓർക്കണം. ഭരണഘടന കടം വാങ്ങിയിരിക്കുന്നത് 9 ക്രൈസ്തവ രാജ്യങ്ങളുടെ തത്വസംഹിതകളിൽ നിന്നാണെന്ന് നമ്മൾ അതൊന്നും മറന്നു പോകാതിരിക്കുക കൂടി നമ്മൾ ചെയ്യണമെന്ന് ഈ കാലത്ത് നമ്മൾ ഓർക്കുക. ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ലോകജനതയ്ക്ക് മുഴുവൻ ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്ത മഹത്തായ ജനനം, ചരിത്രപരമായിട്ടുള്ള സംഭവം, ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോ മിശിഹാ പുൽക്കുട്ടി പിറന്ന സത്യദൈവമായ ഈശോ മിശിഹാ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.